ഇടുക്കിയിൽ ശുപാർശ ചെയ്തിട്ടുള്ള ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് പദ്ധതിക്കെതിരെ കോൺഗ്രസും രംഗത്ത്. പുതിയ കടുവാ സങ്കേതം ഇടുക്കിയിൽ ആരംഭിക്കുന്നതിനായുള്ള ശുപാർശകൾ അംഗീകരിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമമുണ്ടായാൽ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം മുന്നറിയിപ്പ് നൽകുന്നു. ടൈഗർ ഔട്ട്സൈഡ് ടൈഗർ റിസർവ് എന്ന പേരിൽ ശുപാർശ ചെയ്തിട്ടുള്ള പദ്ധതി സതുദ്ദേശപരമല്ലെന്ന് വ്യക്തമാണെന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. നാട്ടിൽ കൂടി ഇറങ്ങി നടക്കുന്ന കടുവയെയും പുലിയെയും വെടിവെച്ച് കൊല്ലുകയാണ് വേണ്ടത്. ഇതിനുള്ള നിയമം നിലവിലുണ്ട്. ഈ നിയമം ഉപയോഗിച്ചാണ് പീരുമേട്ടിൽ ഉദ്യോഗസ്ഥർ കടുവയെ കൊന്നത്. കടുവയെ പിടിച്ചുകെട്ടി ഉൾക്കാട്ടിൽ തള്ളാനോ ഇനിയല്ലെങ്കിൽ കൊല്ലാനോ നിയമമുള്ളപ്പോൾ കടുവയെ സംരക്ഷിക്കാൻ എന്ന പേരിൽ പുതിയ കേന്ദ്രം തുടങ്ങുന്നത് ആസൂത്രിതമായ ഗൂഢാലോചനയാണെന്ന് KPCC നിർവാഹക സമിതി അംഗം ഇബ്രാഹിം കുട്ടി കല്ലാർ പറഞ്ഞു. ഇപ്പൊ പുതിയതായുള്ള ശുപാർശ ഇത്തരത്തിൽ അപകടകാരികളായിട്ടുള്ള കടുവകളെയും അതേപോലെ തന്നെ വന്യജീവികളെയും ഒക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സംവിധാനം ഉണ്ടാക്കി ഇവിടെ പാർപ്പിക്കുക എന്നുള്ള നിലപാട് ഇവിടുത്തെ മനുഷ്യജീവന് എന്ത് വില ഇവർ കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രഥമമായിട്ടുള്ള ഉദാഹരണമാണ്. ഏതെങ്കിലും ഒരു കർഷക സംഘടനകളുമായിട്ട് എന്തെങ്കിലും ഒരു ചർച്ച നടത്തിയോ, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് എന്താണ് പൊതുവായ സമൂഹത്തിൻ്റെ അഭിപ്രായമെന്ന് ആരാഞ്ഞോ, ജനപ്രതിനിധികളെ വിളിച്ചുകൂട്ടി ഇത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ഒന്നുമില്ലാതെ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുക്കുന്ന ശുപാർശകളുടെ അടിയിൽ മുഖ്യമന്ത്രിയും വനം വകുപ്പിയും മന്ത്രിയും ഒപ്പുചാർത്തി കൊടുക്കുന്ന ജോലിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ശുപാർശകളെ ജനങ്ങൾ ഒന്നടങ്കം എതിർക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് മതിയായിട്ടുള്ള സുരക്ഷ ഉണ്ടാകണം. ആ സുരക്ഷ വന്യജീവികളിൽ നിന്നും വന്യജീവി വകുപ്പിൽ നിന്നും തീർച്ചയായിട്ടും നമുക്ക് സ്വായത്തമാക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് ഇത്തരത്തിൽ തുഗ്ലക്ക് ഭരണപരിഷ്കാരം കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു പ്രത്യേക മേഖലകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് രൂപീകരിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് അതിശക്തമായി ഈ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടവുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും കഴിഞ്ഞ ദിവസം പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല.